ശ്രേയ ആവശ്യപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട്. സർ, കുടിക്കാൻ എന്താ വേണ്ടത്? വേണ്ട സർ. പിന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടും പ്രതീക്ഷിക്കേണ്ട കേട്ടോ. ഇത്രയും വലിയൊരു സംഭവം നമ്മുടെ കൺമുന്നിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ശക്തമായ ആരോ ഉണ്ട് എന്ന് വേണം സംശയിക്കാൻ. ട്രസ്റ്റ് മാനേജർ ഇടിക്കില്ല, അയാൾ മിസ്സിംഗ് ആണ് സർ. കോൺടാക്ട് ചെയ്യാൻ എന്തെങ്കിലും മാർഗം? കുടുംബത്തിലെ കാരണവന്മാരുടെ സ്മരണാർത്ഥം തലമുറകളായി നിലനിന്നു പോരുന്ന സ്ഥാപനം അവിടെ ഇപ്പം അവനെയൊക്കെ അടുപ്പിച്ച് കഴിഞ്ഞപ്പോഴേ ട്രസ്റ്റിന്റെ അധപ്പതനം തുടങ്ങിക്കഴിഞ്ഞതാ. സോറി സർ, 21 കേസസ് ഓഫ് സെക്ഷുവൽ അബ്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻക്വയറി നടത്താതെ നിവർത്തിയില്ല. ഓ, ഈ എൻക്വയറി നടക്കേണ്ടത് എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യമാണ്. ഇത്രയും പരാതിക്കാരിൽ ഒരു പെൺകുട്ടി പറയുന്നത് സത്യമാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ഓക്കെ സർ, ഞാൻ ഇറങ്ങാം. സാർ, മരുന്ന്. ഇതാരാ? ശ്രേയ IPS. മോഡലിംഗ് ചെയ്യാറുണ്ടോ? നല്ല ഫോട്ടോജനിക് ആണല്ലോ. ഒരു സെൽഫി വീഡിയോ ഇങ്ങോട്ട് എടുത്തു തന്നാൽ നമുക്ക് വൈറലാക്കാം. ഇവനെ അറിയില്ലേ? മഞ്ഞക്കിളി മീഡിയ. നമ്മുടെ കണ്ടന്റ് സ്ട്രോങ് ആണെ പിന്നെ സ്റ്റാറ്റസ് ആയി, ലൈക്കായി, കിളി പറക്കുന്ന പോലെ പറപ്പിക്കും. ഞാനിവനെ മരംകൊത്തി എന്ന് വിളിക്കും. 2.5 lakh ജെന്യൂൻ ഫോളോവേഴ്സ് ഉള്ള ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് ഇവന്റെ. നമുക്ക് പൊളിക്കാന്നേ. എൻ്റെ അച്ഛനെ കാണാൻ വന്നതല്ലേ? ശ്രേയമായിട്ട് എന്തിനാ ഈ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും ഒക്കെ എൻ്റെ അച്ഛനെ കാണാൻ വരുന്നത്? വല്ല കാര്യമുണ്ടോ? പബ്ലിസിറ്റി വേണമെങ്കിൽ ഇതേ നോക്കി, മല്ലു കേളിൻ പോലീസ് യൂണിഫോം. വാടാ. എവിടുന്നാണാവോ വരവ്? അച്ഛൻ്റെ സൽപ്പേര് നിലനിർത്താൻ വേണ്ടി പോയതാ. ഒരു ഹെൽത്ത് ക്ലബിൻ്റെ ഇനാഗുറേഷൻ. ആരോഗ്യം, സമാധാനം, വികസനം, അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. ദേവനാഥൻ ട്രസ്റ്റിന്റെ എൻക്വയറി തുടങ്ങിയത് അറിഞ്ഞോ? ഇപ്പം അറിഞ്ഞു. അച്ഛൻ സമാധാനമായല്ലോ. വികസനമൊക്കെ വന്നോളൂ അച്ഛൻ. അതെ, നിന്റെ ഈ കുറുക്കു വഴികളുടെ വികസനമാണല്ലോ. ഇതൊന്നും രണ്ടും അല്ല, 21 പെൺകുട്ടികളാണ് പരാതി നൽകിയിരിക്കുന്നത്. അറിഞ്ഞോ ആവോ? സകല ചരാചരങ്ങളുടെയും നാഥനാണ് അച്ഛ മഹാദേവൻ. കേട്ടിട്ടില്ലേ? പോയോ? നല്ല കോട്ടാണ്. ഒരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്താൽ പൊളിക്കും.